ഇങ്ങനെ കരയല്ലേ മോളെ, ഈ ഉമ്മ പറയുന്നൊന്ന് കേക്ക്. ഈ ഉമ്മക്ക് എല്ലാം അറിയാം. ഈ മോളി ചെയ്തത് അത്ര വലിയ തെറ്റൊന്നല്ല. നവനീത് നാരായണൻ എന്ന നാടകക്കാരനെ അകാലത്തിലെത്തിയ അസുഖം തളർത്തുമെന്നാണ് പലരും കരുതിയത്. പക്ഷേ അസുഖം തോറ്റു. അയാൾ അതിജീവിച്ചു. അതിജീവനകാലത്തെ സ്വപ്നമായിരുന്ന റേഡിയോ എന്ന നാടകം അയാൾ തെരുവുകളിൽ അവതരിപ്പിക്കുകയാണിപ്പോൾ. നീ ഇങ്ങനെ കരയാതെ മോളെ, ഈ ഉമ്മ പറയുന്നൊന്ന് കേക്ക്. ഈ ഉമ്മക്ക് എല്ലാം അറിയാം. നാടകരചനയും സംവിധാനവും നവനീത് തന്നെ. രജീഷ് രാമനാണ് രംഗപ്പടമൊരുക്കിയിരിക്കുന്നത്. അധികാരം ജനാധിപത്യത്തെ നിഷേധിച്ച് റേഡിയോ പോലെ ഏകദിശയിലാകുന്നത് എങ്ങനെയെന്നാണ് നാടകം പറയുന്നത്. 2 മാസക്കാലമായിട്ട് ഞാനൊരു പേഷ്യൻ്റാണ്. ഇപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 മാസമായിട്ട് ഈ നാടകത്തിൻ്റെ പുറത്ത് തന്നെയുണ്ട്. അതിൻ്റെ ഒരു ആദ്യത്തെ പ്രദർശനമാണ് ഈ വരുന്ന 9-ാം തീയതി നാടകത്തിൻ്റെ ആദ്യ പ്രദർശനമാണ്. കരോളിൽ വെച്ചിരുന്ന പ്രദർശനം. ഈ കൂറ്റിലെ മറ്റുള്ളവരെല്ലാം ഈ നാടകത്തിനായിട്ട് എങ്ങനെയായിരുന്നു ഒരു സഹകരണം? നമ്മൾ മുന്നേ വേറൊരു നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു നാടകവേദി രൂപീകരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു നാടകം ഇറക്കാൻ വേണ്ടി ചെയ്യും. എഴുത്തും വായനയും നാടകത്തോടുള്ള പ്രണയവും നിറഞ്ഞു നിന്ന കാലത്താണ് നവനീത് അസുഖബാധിതനാകുന്നത്. ചികിത്സാ സഹായത്തിനായി കരിവെള്ളൂർ എന്ന നാടൊന്നാകെ കൈകോർത്തു. അസുഖത്തെ പൊരുതി ജയിക്കുമ്പോഴാണ് നവനീത് നാട്ടിലെ കലാപ്രവർത്തകരായ സുഹൃത്തുക്കളോട് റേഡിയോ സാക്ഷാത്കരിക്കുക എന്ന ആഗ്രഹം വെളിപ്പെടുത്തിയത്. അപ്പോഴും സുഹൃത്തുക്കൾ കൂടെ തന്നെ നിന്നു. അങ്ങനെ കൂറ്റു നാടകവേദി റേഡിയോ എന്ന നാടകം അരങ്ങിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങി. നവനീതിന്റെ സ്വപ്നത്തിനൊപ്പം നിൽക്കുമ്പോഴും ആരോഗ്യകാര്യങ്ങളിൽ വീഴ്ച വരാതിരിക്കാൻ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുന്നു. നവനീത് ഈ ഒരു വന്നുപെട്ട ഒരു അസുഖത്തിൽ നിന്ന് ഏകദേശം മുക്തനായി തുടങ്ങിയതോടുകൂടിയിട്ട് നല്ലൊരു വലിയൊരു ആഗ്രഹം നമ്മളോട് പറയുന്നുണ്ടായി, ഈ പിന്നെ ഒരു നാടകം എടുക്കണം എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് പ്രയാസമുണ്ടായി, കാരണം ഇവൻ്റെ പിന്നെ ഹെൽത്തിൻ്റെ ഒരു വിഷയത്രത്തോളം നമുക്ക് അങ്ങനെ അറിയുന്നില്ല. അപ്പോൾ പിന്നെ മെല്ലെ മെല്ലെ നമ്മൾ ഓരോരുത്തരായിട്ട് അങ്ങനെ ആലോചിച്ചപ്പോൾ ചെയ്യാമെന്നെല്ലാവരും പറഞ്ഞു. ഇപ്പോഴും നമ്മൾ അവൻ്റെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രം ആണ് അവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത്. ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത് നവനീത് തന്നെയാണ്. അതിൻ്റെ കഥയായാലും പിന്നെ സംവിധായകനായാലും എല്ലാം ചെല്ലുന്നത് നവനീത് മാത്രമാണ്. നമ്മൾ എല്ലാവരും പുതിയ ആരും ഇതിൽ അഭിനയിക്കാൻ പഠിച്ചവർ, അഭിനയിക്കാൻ അറിയുന്നവരങ്ങനെ ആരും ആയിട്ടില്ല. ഇച്ഛാശക്തിയും അർപ്പണ മനോഭാവമുള്ള മനസ്സുകളെ രോഗങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ കീഴ്പ്പെടുത്താനാവില്ലെന്നുകൂടി ഉറപ്പിക്കുകയാണ് നവനീതും റേഡിയോയും. സി മലയാളം ന്യൂസ്, കണ്ണൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.